ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തുടകളുടെ വണ്ണം, കൊഴുപ്പ് വണ്ണം കുറയ്ക്കാനുള്ള കുറച്ച് വ്യായാമങ്ങളാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഇത് ഫാസ്റ്റ് റിസൾട്ട്, പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന വർക്കൗട്ടാണ്. ഏകദേശം നിങ്ങൾ ഒരാഴ്ച തന്നെ അടുപ്പിച്ച് ഒന്ന് ചെയ്ത് നോക്കാമെങ്കിൽ തന്നെ നിങ്ങളുടെ ആ ഒരു തുടകളുടെയൊക്കെ വണ്ണം കുറയുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. എഫക്റ്റീവായിട്ടുള്ള വ്യായാമങ്ങളാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് വീട്ടിൽ ഫോളോ ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടുകളാണ്. മിക്കവാറും ആൾക്കാരുടെയൊക്കെ ഒരു പ്രശ്നമാണ് ഈ തുടകളുടെ വണ്ണം. ഓക്കെ, തുടകളിൽ കൊഴുപ്പ്, ഫാറ്റ് അടിഞ്ഞു കൂടുക എന്നുള്ളത്. അത് കാരണം നേരെ അവന് നടക്കാൻ പറ്റത്തില്ല, തുടകൾ തമ്മിൽ താൻ ഇങ്ങനെ ഉരസുക, ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിക്കാൻ പറ്റാതെ വരിക, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകളിലൂടെയൊക്കെ കടന്നു പോകുന്നത് കാണാറുണ്ട്. അപ്പം അതൊരു വലിയ ബുദ്ധിമുട്ടേറിയ ഒരു അവസ്ഥയാണ്. അപ്പം ഇത് നമുക്ക് ഈ കുറച്ച് വർക്കൗട്ടുകൾ കൊണ്ട് തന്നെ നിങ്ങൾക്കിത് കുറച്ചെടുക്കാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ, ഒറ്റ ആഴ്ചക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. നിങ്ങളുടെ തുടകളുടെ വണ്ണം കൃത്യമായിട്ട് തന്നെ കുറഞ്ഞു തുടങ്ങിയിരിക്കും. ഓക്കെ, നിങ്ങൾ ഈ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങളൊരു മെഷർമെൻറ്റ് ഒന്ന് ചെയ്യുക. നിങ്ങളുടെ തുടകളുടെ വണ്ണം ഒന്ന് അളന്ന് നോക്കുക. അതിനുശേഷം നിങ്ങൾ ഒരാഴ്ച കണ്ടിന്യൂ ആയിട്ട് ഈ വർക്കൗട്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ വീണ്ടും അളന്ന് നോക്കുക. അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും, നല്ല വ്യത്യാസം കാണുന്നതായിരിക്കും. ഓക്കെ, വളരെ എഫക്റ്റീവായിട്ടുള്ള വർക്കൗട്ടാണ്. അപ്പം ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലോട്ട് പോകും. അപ്പം ഈ വർക്കൗട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. നിങ്ങൾ വീട്ടിൽ ഫോളോ ചെയ്ത് നോക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ 30 റെപ്സ് വെച്ച് 30 പ്രാവശ്യം വെച്ചാണ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം എന്ന് വെച്ചാൽ നമുക്കൊന്ന് വാമപ്പ് ചെയ്യാം. ഇതേ കണക്കാണ് നിങ്ങൾ വാമപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങളിങ്ങനെ നിന്നതിന് ശേഷം നിങ്ങളുടെ കാലുകളെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് മൂവ് ചെയ്യിപ്പിച്ച് കൊടുക്കുക മുകളിലോട്ട്. 5, 6, 7, 8, 9. വളരെ സാവധാനത്തിൽ ഇങ്ങനെ ചെയ്താൽ മതിയാവും. ഓക്കെ, ഇത് നിങ്ങളുടെ കാലിലോട്ടുള്ള ആ ഒരു ബ്ലഡ് സർക്കുലേഷനൊക്കെ ഒന്ന് ശരിയാക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് വാമപ്പ് ചെയ്യുന്നതാണ്. കാലുകൾക്ക് ഒരു വളരെ നല്ല മൂവ്മെൻറ്റ്, ഒരു നല്ല വർക്കൗട്ടാണിത്. ഓക്കെ, ഇങ്ങനെ ചെയ്യുക. നിങ്ങൾ ആദ്യം ഒരു 30 റെപ്സ് ഇങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വർക്കൗട്ട് എന്ന് പറയുന്നത് ഇതാണ്, സുമോ സ്ക്വാട്ട്. അപ്പോൾ നിങ്ങൾ കാലുകൾ ഇതേ കണക്ക് ഷോൾഡർ ലെവലിൽ നിങ്ങൾ അല്പം കൂടെ നകർത്തി വെക്കുക. ഇതേപോലെ ഞാൻ ഈ ചെയ്യുന്ന കണ്ട് ഇതേ കണക്ക്. അതിനുശേഷം നിങ്ങൾ ഇതേപോലെ ഇരിക്കുക താഴോട്ട്. 2, 3. നിങ്ങൾ എത്രത്തോളം നിങ്ങളെ കൊണ്ടിരിക്കാൻ പറ്റുന്നോ അത്രത്തോളം നിങ്ങൾ ഇരുന്നാൽ മതിയാവും. ഓക്കെ, നിങ്ങൾ തുടക്കത്തിലൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് താഴോട്ടൊന്നും ഇരിക്കാൻ പറ്റത്തില്ല. മാക്സിമം നിങ്ങളെ കൊണ്ട് പറ്റുന്നിടത്തോളം നിങ്ങൾ ചെയ്യുക. അല്പം ഫാസ്റ്റായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക, ഫാസ്റ്റ് മൂവ്മെൻറ്റ് ചെയ്യുക. ഓക്കെ, ഇതേപോലെ നിങ്ങളുടെ ബോഡി സ്ട്രെയിറ്റ് ആയിരിക്കണം ചെയ്യുന്ന സമയത്ത്. ഇത് കണക്ക് ചെയ്യുക. ഈ ഒരു വർക്കൗട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങളുടെ ഇന്നർ തൈസ്, നിങ്ങളുടെ ആ ഒരു തുടകളുടെ അകഭാഗത്തെ കൊഴുപ്പിനെ കുറയ്ക്കാൻ വളരെയേറെ സഹായിക്കുന്ന ഒരു വർക്കൗട്ടാണ്. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഒരാഴ്ചക്കുള്ളിൽ തന്നെ റിസൾട്ട് കിട്ടുന്ന നല്ല വർക്കൗട്ടുകളാണ്. അപ്പം ഈ വർക്കൗട്ട് നിങ്ങൾ ഒരു 30 റെപ്സാണ് ചെയ്യേണ്ടത്. ഓക്കെ, 30 റെപ്സാണ് നമ്മുടെ എല്ലാ വർക്കൗട്ടുകളും. 30 റെപ്സ്, അതും അല്പം ഫാസ്റ്റായിട്ട് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം അടുത്ത നമ്മുടെ വർക്കൗട്ട് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഇതേ കണക്ക് നിൽക്കാം. ഓക്കെ, സൈഡ് സ്ക്വാട്ട് ഇതേ കണക്ക് നിൽക്കാം, കാലുകൾ അല്പത്തി. അതിനുശേഷം ഇതേപോലെ സൈഡിലോട്ട്. 3, 4, 5. ഇതും നിങ്ങൾ ആദ്യം പറഞ്ഞ കണക്ക് തന്നെ നിങ്ങളെ കൊണ്ട് പറ്റുന്നിടത്തോളം, എന്ന് വെച്ചാൽ ഇരിക്കാൻ പറ്റുന്നിടത്തോളം നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതിയാവും. ഓക്കെ, ഒരുപാട് നിങ്ങൾ ഇരിക്കാനായിട്ടൊന്നും ശ്രമിക്കേണ്ട, നിങ്ങൾക്ക് പിന്നെ എഴുന്നേൽക്കാനായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടും. ഓക്കെ, അപ്പം ഈ ഒരു ലെവലിൽ നിങ്ങൾ വരുന്നതിന് ശേഷം ഇത്ര മാത്രം. ഓക്കെ, നിങ്ങളുടെ കാലുകൾ ഒരല്പം സ്ട്രെയിറ്റ് ആയിരിക്കണം. ഇതേ കണക്ക് ഫാസ്റ്റായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരു 30 റെപ്സ് നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് ചെയ്യുക. ഇത് നിങ്ങളുടെ ഇന്നർ തൈസിൻ്റെയും അതിനൊക്കെയാണ് നിങ്ങളുടെ ഹാംസ്ട്രിങ്, നിങ്ങളുടെ ഗ്ലൂട്ട്സിൻ്റെയും, നിങ്ങളുടെ ആ ഒരു കാലുകളുടെ സൈഡ് ഭാഗത്ത്, തുടകളുടെ സൈഡ് ഭാഗത്തേക്ക് ഫാറ്റ് കുറയ്ക്കാൻ വളരെയേറെ സഹായിക്കുന്ന ഒരു വർക്കൗട്ടാണ്. നിങ്ങൾ 30 റെപ്സ് ചെയ്യുക. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ രണ്ടാമത്തെ വർക്കൗട്ട് എന്ന് പറയുന്നത്. വളരെ എഫക്റ്റീവായിട്ടുള്ള വർക്കൗട്ടാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ തന്നെ ഫോളോ ചെയ്തുകൊണ്ട് നിങ്ങളുടെ നിങ്ങളുടെ കാലുകളുടെ, നിങ്ങളുടെ തുടകളുടെ ഫാറ്റിനെ പെട്ടെന്ന് തന്നെ കുറയ്ക്കാൻ പറ്റുന്നതായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളൊന്ന് മെഷർമെൻറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഒരാഴ്ച കഴിഞ്ഞിട്ട് നിങ്ങൾ വീണ്ടും നോക്കുക. നല്ല റിസൾട്ടായിരിക്കും, ഞെട്ടിക്കുന്ന റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, അടുത്ത നമ്മുടെ മൂന്നാമത്തെ വർക്കൗട്ട് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, നിങ്ങൾ ഷോൾഡർ ലെവലിൽ നിങ്ങളുടെ കാലുകൾ വെച്ച് സാധാ സ്ക്വാട്ട് പൊസിഷനിൽ വന്നതിന് ശേഷം ഇതേപോലെ ഇരിക്കുക. അതിനുശേഷം കാല് സൈഡിലോട്ട് മൂവ് ചെയ്യിപ്പിക്കുക. ഓക്കെ, ഇതേ കണക്ക് ഇത്ര മാത്രം നിങ്ങളൊന്ന് മൂവ് ചെയ്യിപ്പിക്കുക. അതിനുശേഷം വീണ്ടും സ്ക്വാട്ട്. ഓക്കെ, സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുക, ഷോൾഡർ ലെവൽ കാല് വരിക, ഇതേ കണക്ക് ഇരിക്കുക. ഇത്ര മാത്രം. ഓക്കെ, ബോഡി സ്ട്രൈറ്റ് ആയിരിക്കണം. അതിനുശേഷം സൈഡിലോട്ടൊന്ന് മൂവ് ചെയ്യിപ്പിക്കുക. വീണ്ടും സ്ക്വാട്ട്, മൂവ്, സ്ക്വാട്ട്, വീണ്ടും സൈഡിലോട്ട് മൂവ് ചെയ്യിപ്പിക്കുക. ഇതാണ് നമ്മുടെ അടുത്ത വർക്കൗട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതും നിങ്ങൾ ചെയ്യേണ്ടത് 30 റെപ്സാണ്. അതിനുശേഷം നിങ്ങൾ 30 റെപ്സ് ഒരു സൈഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ അടുത്ത സൈഡിലും 30 റെപ്സ് ചെയ്യുക. ഇതേ കണക്ക്. ഓക്കെ, 2. സൂക്ഷിച്ച് നിങ്ങൾ ബാലൻസ് ചെയ്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുക, മറിഞ്ഞു വീഴരുത്. 3, 4, 5,
ഓക്കെ. ആദ്യമൊക്കെ നിങ്ങൾ അല്പം പതുക്കെ ചെയ്താൽ മതിയാവും. കാരണം നിങ്ങൾ തുടക്കക്കാരായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബാലൻസ് ഒക്കെ കിട്ടാനായിട്ട് അല്പം ബുദ്ധിമുട്ടായിരിക്കും. ചെയ്ത് എക്സ്പീരിയൻസ് ആകുന്നതോറും നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് ഈ വർക്കൗട്ടുകൾ ചെയ്യാം. ഓക്കെ. ഈ വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലുകൾക്ക് നല്ല വർക്കൗട്ടാണ്. നിങ്ങളുടെ ഹിപ്പ് ഭാഗത്തെ അതിനൊക്കെ നിങ്ങളുടെ കാലിൻ്റെ തുടകളുടെ ഭാഗത്തെയൊക്കെ കൊഴുപ്പിനെ പെട്ടെന്ന് തന്നെ കുറയ്ക്കാൻ സഹായിക്കുന്ന വർക്കൗട്ടാണ്. അപ്പം അടുത്ത വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ ലഞ്ചസ് ആണ്. ലഞ്ചസ് നമ്മൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ. 2 ഇതേ കണക്ക് നിങ്ങൾ ചെയ്യണം. 3 4 5 ഓക്കെ. ഇത് കണക്കായിരിക്കണം നിങ്ങളുടെ മൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബോഡി നല്ല പാരലായിരിക്കണം. നിങ്ങളുടെ കാലുകൾ ഇതേ കണക്ക് തന്നെ വരണം. ഓക്കെ. അതൊക്കെ നിങ്ങളുടെ കാലിൻ്റെ മുട്ട് ഫ്ലോറിൽ കൊണ്ടുവന്ന് തട്ടിക്കരുത്. ഓക്കെ. ഫ്ലോറിൽ നിന്ന് അല്പം ഉയർത്തി വെച്ചേക്കുക. കാല് മുട്ടുകൊണ്ട് സ്പർശിക്കരുത് ഫ്ലോറിൽ. ഇതേ കണക്ക് വന്നതിന് ശേഷം ഇത്ര മാത്രം ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ. ഇതേ കണക്ക് നിങ്ങൾ ചെയ്യുക. അപ്പം ഇത് നിങ്ങൾ ചെയ്യേണ്ടത് 30 റെപ്സാണ്. ഓക്കെ. 30 റെപ്സ് മാക്സ്. നമ്മുടെ റെപ്സിൻ്റെ ഒരു കണക്കെന്ന് പറയുന്നത് 30 റെപ്സാണ്. 30 പ്രാവശ്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം കൂടെ ചെയ്യുന്നതിന് കൂടിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 5-6 മിനിറ്റ് സമയം മാത്രമാണ് എടുക്കുന്നത്. ഓക്കെ. അപ്പം 6 മിനിറ്റിനുള്ളിൽ തന്നെ അല്ല 5 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് ചെയ്ത് തീർക്കാൻ പറ്റുന്ന വർക്കൗട്ടാണ്. നിങ്ങൾ അങ്ങനെ ചെയ്ത് തീർത്തതിന് ശേഷം നിങ്ങൾ ഒരു പ്രാവശ്യം കൂടെ ഇതേപോലെ തന്നെ ആവർത്തിക്കാനായിട്ട് ശ്രമിക്കുക. വളരെ എഫക്റ്റീവായിട്ടുള്ള വർക്കൗട്ടാണ്. ചെയ്യുമ്പോൾ വളരെ കൃത്യമായിട്ട് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ. അപ്പം അടുത്ത നമ്മുടെ വർക്കൗട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇതേ കണക്ക് ഒരു സോഫയിലോ ചെയറിലോ നിങ്ങളുടെ ഇഷ്ടപ്രകാരം എവിടെയാണെന്ന് വെച്ചാൽ ഇരിക്കാം. ഇതേ കണക്ക് നിങ്ങളുടെ കാലിൻ്റെ പാദങ്ങൾ ഇങ്ങനെ ചേർത്ത് വെച്ച് കാലുകൾ ചേർത്ത് വെച്ചിട്ട് സ്ട്രൈറ്റ് ആയിട്ടിരിക്കുക. അതിനുശേഷം ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന കണക്ക് തന്നെ ഇതേ കണക്ക് മൂവ് ചെയ്യിപ്പിക്കുക. കാലിൻ്റെ പാദങ്ങൾ ചേർത്ത് വെക്കണം. അതിനുശേഷം ഇതേ കണക്ക് 3 4 5 ഇത് കണക്ക് നിങ്ങൾ ചെയ്യുക. ഓക്കെ. ഇത് കണക്ക് മൂവ് ചെയ്യിപ്പിക്കുക കാലിനെ. ഇതും നല്ല ഒരു വർക്കൗട്ടാണ്. നിങ്ങളുടെ കാലിലോട്ടുള്ള ഒരു ബ്ലഡ് ഫ്ലോ ഒക്കെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു വർക്കൗട്ടാണ്. കൂടാതെ തന്നെ നിങ്ങളുടെ തൈസിൻ്റെ ഫാറ്റ് കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു വർക്കൗട്ടാണ്. ഓക്കെ. നല്ല ഒരു മൂവ്മെൻറ്റാണ്. അപ്പോൾ ഇതും നിങ്ങൾ 30 റെപ്സ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ കണക്ക് തന്നെ നിങ്ങൾ ഇതേ കണക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഇതേപോലെ തന്നെ ഈ വർക്കൗട്ടുകളെല്ലാം തന്നെ ചെയ്യുക. ഒരാഴ്ചക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് റിസൾട്ട് കിട്ടും. നിങ്ങളുടെ 2-3 ഇഞ്ച് വരെ ഒരാഴ്ച കൊണ്ട് കാലുകളുടെ തുടകളുടെ വണ്ണം നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത്. അതിനൊക്കെ തന്നെ ലൈക്ക് ചെയ്യണം. അപ്പം നിങ്ങൾ ചെയ്തതിന് ശേഷം നിങ്ങളൊരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കുക. ഒരാഴ്ചയിലത്തെ ഒരു ചലഞ്ചായിട്ട് നിങ്ങൾ ഏറ്റെടുക്കുക. ചെയ്ത് നോക്കുക. ഓക്കെ.